ദിവസമായി നടത്തുന്ന ദൈവത്തിൻ്റെ എല്ലാ അത്ഭുതങ്ങൾക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. തേജസ്സേറിയ ശക്തിയുടെ ശക്തമായ അറിവ് നമുക്ക് വ്യക്തമായിട്ട് പ്രാപിച്ചെടുക്കുവാൻ ദൈവം അവസരം ഒരുക്കി തന്നല്ലോ. പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ വർധനമുണ്ട്. പരിശുദ്ധാത്മാവ് എവിടെ ഇല്ലയോ അവിടെ ശുഷ്കിയ സാധ്യതമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, ഉദ്ദേശവും എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുക എന്നതാണല്ലോ. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിനകത്ത് ഇസഹാക്കിൻ്റെ അവകാശങ്ങളിൽ മേലെ ഫെലിസ്തീന് ഭയങ്കര കണ്ണുകടിയായിരുന്നു. ഫെലിസ്തീൻ പല ആവർത്തി പറഞ്ഞു, നീ ഞങ്ങളെ വിട്ടു പോകണം, നീന്റെ ഉയർച്ച കണ്ടിട്ട് ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, അത്രയും ഞങ്ങൾ ഉദ്ദേശിച്ചതിനെക്കാട്ടും നീ വലിയ നിലയിൽ നീ എത്തി, ഒന്നുമില്ലാത്തവനാ നീ വന്നത്, പക്ഷേ നീ ഇപ്പോൾ ഞങ്ങളെക്കാൾ ബഹുസമ്പത്തിന് വലിയ നന്മകൾക്ക് അവകാശിയായി തീർന്നു, അതുകൊണ്ട് നിന്നെ കാണാൻ ഞങ്ങൾക്ക് പിണക്കമാണ്. പ്രിയമുള്ളവരെ, ചില ഉയർച്ചകൾ വരുമ്പോൾ ചിലർക്ക് ഉൾക്കൊള്ളുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അസൂയകൾ, മത്സരങ്ങൾ കാണാതിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതെന്ന് തോന്നുന്ന നിലവാരങ്ങളൊക്കെ പൊങ്ങി വരുമ്പോൾ അതിന്റെ നടുവിലാണ് പരിശുദ്ധാത്മാവ് ഫെലിസ്ത്യന്റെ മുമ്പിൽ ഇസഹാക്കിനെ മാനിച്ച രംഗം വരുന്നു. അവിടെ ഫെലിസ്ത്യനെ വിട്ട് ഇസഹാക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോയി ഒരു കിണർ കുടിച്ചു. വിലപ്പെട്ട വെള്ളം പൊങ്ങി വന്ന സമയത്ത് ദൈവാത്മാവ് ഒരു വാക്ക് പറഞ്ഞു, അവൻ്റെ കൂടെ തന്നെ യഹോവ എന്നെ ഇപ്പോൾ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് രേഖാബോത്ത് എന്ന് പേര് വിട്ടു. പഴയ നിയമത്തിൽ രേഖാബോത്ത് വർദ്ധിപ്പിച്ചു എന്ന വാക്ക് പിതാവാം ദൈവത്തിന് ശക്തിയാൽ ഇസഹാക്ക് പറയുമ്പോൾ, പുതിയ നിയമസഭയ്ക്ക് വേണ്ടി അപ്പോസ്തലർ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്തോത്രം, ഒരു പരിശുദ്ധാത്മാവിന്റെ മേഘം അവനെ മൂടി. ആ മേഘം മൂടിയപ്പോൾ തന്നെ അവനൊരു കാഴ്ചയ്ക്ക് മറഞ്ഞു എന്ന വാക്ക് ഇതെല്ലാവരും കണ്ടു. മേഘം പരിശുദ്ധാത്മാവാണല്ലോ. ആ പരിശുദ്ധാത്മാവിന്റെ മേഘം യേശു ക്രിസ്തുവിനെ മൂടി. ആ മേഘം മൂടിയ ശേഷം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം അപ്പോസ്തലർ 1:15 പറയുമ്പോൾ 120 പേർ സംഘമായി മാറി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ മേൽ ഒരു ആത്മാവ് വെളിപ്പെട്ട് വന്നാൽ ആ മേഘം എന്ന പരിശുദ്ധാത്മാവിന്റെ ഉള്ളിനകത്ത് ദൈവമക്കൾ 120 പേരാണ്. അത് സംഘമായി വെളിപ്പെട്ട് വന്നുവെങ്കിൽ ആ സംഘം പിന്നെ 3000-ആയി കാണുന്നു, പിന്നെ 5000-ആയി കാണുന്നു, പിന്നെ അസംഖ്യമായി കാണുന്നു. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക്, ഒരു അഭിഷക്തങ്ങളെ ഓർപ്പിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവെ, ഒരു മേഘം പോലെ എന്നെ മൂടുവാൻ തക്കവണ്ണം പറ്റുമെങ്കിൽ ഇസഹാക്കിനെ അബീമേലെക്കിന്റെ മുമ്പിൽ, ഫെലിസ്ത്യന്റെ മുമ്പിൽ വർദ്ധിപ്പിച്ചു ഉയർത്തിയതുപോലെ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വർദ്ധിപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഒരു മൂന്നാമത്തെ തൃത്വത്തിൽ മൂന്നാമത്തെ ശക്തിയാണ് പരിശുദ്ധാത്മാവാണെങ്കിൽ, ആ പരിശുദ്ധാത്മ എന്നെ ഇന്ന് മൂടിയാൽ ഞാൻ ശുഷ്കിച്ചു പോകില്ല, ഞാൻ വർദ്ധിച്ചു വരുമെന്നാണ്. ആ വർധനവ് ഈ ദിനങ്ങൾ കാണുവാൻ പരിശുദ്ധാത്മാ നമുക്ക് അവസരമൊരുക്കും. അതുകൊണ്ട് ഈ വർധനവിനെ പ്രാപിക്കാതിരിക്കരുത്. പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വരണമേ എന്നൊരു വാക്ക് പറയണം. ആ പരിശുദ്ധാത്മന്റെ വരവോടുകൂടെ ഒരു വർധനവ് വരുമെന്ന് ഓർത്തോണം. അശുഷ്കിച്ച അവസ്ഥകളെ പെട്ടെന്ന് മാറിയിട്ട് ഒരു നിലവാരങ്ങൾ മാറ്റി ഒരു വർധനവിലേക്ക് പരിശുദ്ധാത്മ കൊണ്ടുവരുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ഈ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. അപ്പോസ്തലർ 1:9, 1:15 എന്ന വാക്കിനകത്ത് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you.